ഇത് നമ്മുടെ ജബ്ലലി ഫ്രീ സോണിനുള്ളിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര കാമൻ ക്വൈറ്റായിട്ട് നല്ല ഒരു പ്ലേസാണിത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ചൂട് സമയത്താണെങ്കിൽ പോലും ഇവിടെയൊക്കെ വന്നിങ്ങനെ ഉച്ച സമയത്തൊക്കെ ഇരുന്നാലുണ്ടല്ലോ. ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, കോർട്ടുണ്ട്, അപ്പുറത്ത് ഇതിൻ്റെ കോർട്ടുണ്ട്, വോളിബോള് ഇതൊക്കെ കളിക്കാനുള്ള കോർട്ടുകളുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പുൽത്തകടികളുണ്ട്, കണ്ടില്ലേ, പുൽത്തകടികളുണ്ട്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. നല്ല കിളിനാദങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ നല്ല രസമാണ്. ഈ തണുപ്പ് സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ചൂട് സമയത്ത് ഇവിടെ തണുപ്പ് തന്നെയാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹ്യൂമിഡിറ്റിയുടെ ഇതല്ല പറയുന്നത്, നോർമലായിട്ടുള്ള ഒരു തണുപ്പുണ്ടല്ലോ. ഹ്യൂമിഡിറ്റി എപ്പോഴും ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഒരു പൂച്ചക്കുഞ്ഞ് പോകുന്നുണ്ടില്ല, ആരെയോ നോക്കിയിട്ട് സെറ്റാകാൻ പറ്റുമോ എന്നുള്ള നോട്ടാണ് ഈ നോക്കുന്നത്. അപ്പോൾ ഇരുന്ന് നോക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് വളരെ എന്താ പറയുക, നല്ല സുഖമുള്ളൊരു അന്തരീക്ഷമാണ്. കുറേ നല്ല തണൽ മരങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഒരു ദൂരം വരെ കണ്ടില്ല, അങ്ങറ്റം വരെ മരങ്ങളാണ്. അപ്പോൾ അടിപൊളി. ഇവിടെ വന്നപ്പോൾ ഈ കിളി ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് ഒരു ഷോർട്സ് വീഡിയോ എടുത്ത് വെച്ചതാണ് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. DIT എന്നാണ് എപ്പോഴും വരുന്നത്. ജബ്ലലി ഫ്രീ സോണിനുള്ളിലാണ് ഇപ്പോൾ ജബ്ലലി ഫ്രീ സോൺ. ഇവിടെ അക്കോമഡേഷൻ ഏരിയ ജബ്ലലി സൗത്ത് അക്കോമഡേഷൻ ഏരിയയിലാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് ആക്ച്വലി ഇഷ്ടമില്ല കുറേ ആളുകൾ. കാരണം പുറത്ത് പോവുക, വരിക, എൻ്റർടൈൻമെൻ്റ് ഇല്ല, അങ്ങനെയുള്ള ഇതൊക്കെ ഇല്ല. പക്ഷേ വേറൊരു സംഭവം പറഞ്ഞാൽ ഭയങ്കര സേഫ് സോണാണ്. ഒന്നുകൊണ്ടും പേടിക്കാനില്ല. എല്ലാം നമുക്ക് പുറത്ത് കിട്ടുന്ന അത്ര ഒരു എന്താ പറയുക ഫ്രീഡം ഇല്ലെങ്കിൽ പോലും അത്യാവശ്യക്കാർ പുറത്ത് പോകേണ്ടവർക്ക് കാര്യങ്ങൾക്കൊക്കെ ബസ്, മെട്രോ ഒക്കെ അവൈലബിൾ ആണ്. ആ രീതിയിലൊക്കെ പുറത്ത് പോകാം, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ആക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തിടാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ നമുക്കൊരു ഉഷാറ് കിട്ടും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രകളല്ലേ. നമ്മളൊരു വീഡിയോ കിട്ടിയിട്ട് നിങ്ങൾ ആരും ഒന്നും കാണുന്നില്ല, മിണ്ടുന്നില്ല, പറയുന്നില്ല എങ്കിൽ പിന്നെ നമ്മളാർക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരാതിരിക്കാൻ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ വിജയങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.